പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ഒട്ടേറെ നർമ്മ മുഹൂർത്തങ്ങൾ വരച്ചിട്ട രാജൻ പാടൂർ എന്ന നടന്റെ ജീവിതം ഇന്ന് വഴിമുട്ടി നിൽക്കുകയാണ്. ഹൃദ്രോഗവും കരൾ രോഗവും രാജനെ അലട്ടുമ്പോൾ സ്വന്തമായി ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് രാജൻ. പാലിന്റെ അളവ് അന്നു പുറകോട്ടാ. എന്റെ കറവിന്റെ തരാറാണെങ്കിൽ വേറെ ആളെ നോക്കിക്കും. എന്റെ കൂടി എന്നത് എത്ര ലിറ്റർ ഉണ്ടാവും? 4 ഉണ്ടാവും. 4 പിഴിഞ്ഞ് ഒടുവിൽ പശുവിന്റെ പോലെ ചോര. ഈ കാണുന്ന നർമ്മക്കാഴ്ച പോലെയല്ല രാജൻ പാടൂരിനിന്ന് ജീവിതം. 130ഓളം സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലെത്തിയ രാജൻ പാടൂർ ഈ സത്യനന്ദിക്കാട് പടത്തിന് ശേഷം വെള്ളിത്തിരയിൽ മുഖം കാണിച്ചിട്ടില്ല. എന്താ ചാക്കില്? ഇത് ബോംബാ? നാടൻ ബോംബ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. തേങ്ങ റബ്ബറൊക്കെ തകർന്നില്ലേ? ഇത് നല്ല ലാഭം. ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട്. നമുക്ക് പാർട്ടിയൊന്നുമില്ല. 6 പെൺമക്കളുടെ വിവാഹവും നടത്തി സ്വസ്ഥമാകാമെന്നിരിക്കെയാണ് കരൾ രോഗവും ഹൃദയ സംബന്ധമായ അസുഖവും രാജനെ പിടികൂടിയത്. ശസ്ത്രക്രിയയും ആൻജിയോപ്ലാസ്റ്റിയും കഴിഞ്ഞുവെങ്കിലും മാസം 7000ഓളം രൂപയെങ്കിലും മരുന്നിന് മാത്രം വേണം. കോഴിക്കോട് നാടകവേദിയുടെ കരുത്തുമായി വെള്ളിത്തിരയിലെത്തിയ രാജനിലെ നടനെ മിനുക്കിയെടുത്തത് കുതിരവട്ടം പപ്പുവിനൊപ്പമുള്ള കേരളത്തിലെ നിരവധി കാർണിവൽ അരങ്ങുകളാണ്. അപ്പം കുതിരവട്ടം പപ്പു മൂപ്പരെ സംബന്ധിച്ച് മൂപ്പര് അതിന് പിന്നെ ആൾക്കാർ വേണം, എന്നാലേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ പേരാണ് രാജൻ പാടൂർ. ടി ദാമോദരൻ മാസ്റ്റർ IV ശശി കൂട്ടുകെട്ടിൽ പിറന്ന ആവനാഴി അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ലഭിച്ചു. 5 വർഷത്തോളമായുള്ള ചികിത്സയുടെ ഭാരിച്ച സാമ്പത്തിക ചെലവിന് പുറമെ വാടക വീടുകളിൽ നിന്ന് കൂടുമാറേണ്ട അവസ്ഥയിലാണിന്ന് രാജൻ. ആ വീട് ഉണ്ടാക്കിയിട്ട് മരിക്കണം എന്നുള്ളൊരാഗ്രഹമാണ്. കിടക്കാൻ സ്ഥലമില്ലല്ലോ. ഈ വീട് ഇപ്പോൾ ഉള്ള വീട് ഈ മാസം ഒഴിയണം, എങ്ങോട്ട് പോകുന്നുള്ള ചിന്തയാണ്. രോഗാവസ്ഥ താരസംഘടനയെ അറിയിച്ചിട്ടുണ്ട്. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയിലൂടെ രാജനും ഭാര്യ ഗിരിജയ്ക്കും ലഭിച്ച 3 സെന്റ് സ്ഥലത്തൊരു കിടപ്പാടമുണ്ടാകാൻ സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജൻ പാടൂർ. MM രാഗേഷ്, TV ന്യൂസ്, കോഴിക്കോട്.